ഭയമി കരിമീനുണ്ടോ? കരിമീനില്ല, വരാലേ ഉള്ളൂ. എന്തിനാ ഭയമി വരാല്? നീ എന്ത് തന്നാലും അതൊക്കെ കരിമീനല്ലേ? പോടാ. കെട്ടുകാരാണെന്നും പറഞ്ഞിരുന്നു, കേട്ടില്ലേ? അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ ഭയമി, നീ അതൊന്നും കാര്യമാക്കണ്ട. എവിടുന്നാടാ പരമ്പോ നിനക്ക് ഇത്രയും മുഴുത്ത വരാല് കിട്ടുന്നത്? തോട്ടിൽ ചില നല്ല കുട്ടികൾ കിടന്നു. ചാന്നാരിക്കാരെ ആരോട് ചെന്ന് പറയരുത്. പറഞ്ഞാൽ ചിലപ്പോ അവന്മാരും രാത്രി ഇറങ്ങി തോട്ടി തപ്പോടും. ഒഴുക്കുവെള്ളത്തിൽ ഇത്രയും വിളഞ്ഞ വരാല് കാണാൻ വഴിയില്ലല്ലോ. അപ്പം തിന്നാ പോരെ, കുഴിയിടുന്നത് എന്തിനാ? വേണ്ടെങ്കി വാങ്ങണ്ട. ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. അല്ല, ഇതിപ്പം എവിടുന്നാണ്? എനിക്കെന്താ? കൊടുത്തേര് കൊടുത്തേര്. നമുക്കൊന്ന് കാണണ്ടേ? പിന്നെ ആ അണേട് അണേട്. അത് മതി. വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് സായിപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ. കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെ. എടാ അത് പൊഞ്ഞു വെക്കണം, അതിന്റെ ഗ്യാസ് പോവും. കഞ്ചാവിന്റെ വില എന്താന്ന് നിനക്കറിയോ? കഞ്ചാവ് വലിക്കണം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാ. നിനക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട്. കാവുംകുളത്തിൽ മീൻ പിടിക്കാനോ? ഒന്ന് പോടാ കഴുതേ. കാവുംകുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല, തടിയാ. ഈട്ടിത്തടി. തടിയോ? ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ സർക്കാരിന് അമുക്കിയ വക. കുറഞ്ഞതൊരു 10 ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണും. 5 കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ. ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ? ഞാൻ കത്തിക്കണം ഇല്ലേ? കൊടുക്കും മിന്നിക്കണേ. എടാ പരവേ, ദിവസം 5 കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലെ അങ്ങ് പൊക്കിയാലോ? എന്നിട്ട് ചായക്ക് രാമാനം വള്ളത്തെ കയറ്റി ചങ്ങനാശ്ശേരി കൊണ്ട് വിൽക്കണം. ഐഡിയ കൊള്ളാവല്ലോടാ. മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കളഞ്ഞ കണ്ടില്ലേ? ഏതായാലും ശരിക്കും പ്ലാൻ ചെയ്താ മതി. അഞ്ച് നിനക്ക് 5 എനിക്ക് ലക്ഷം. കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. ഇനി സാധനം എടുത്ത് ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ നേരം വെളുക്കും. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ലൈറ്റ് താത്തി അടിക്കണം. ഇപ്പൊ വരും. വറീത് പോയിട്ടുണ്ട്.
ഏതായാലും ഇതങ്ങ് പിടിപ്പീര്. അധികം താമസിച്ചാൽ ഇനി പറ്റില്ല. രാവിലെ ഓഫീസ് സമയത്തിന് മുമ്പ് തിരുവനന്തപുരത്തെത്തണം. സെക്രട്ടറിയുടെ വീതം കൊടുക്കണ്ടേ? സെക്രട്ടറിയുടെ വീതം. ആ പിന്നെ ഇത് മുഴുവൻ എനിക്കുള്ളതാണെന്നാണോ വിചാരം? അത് കൊള്ളാം. സൂപ്രണ്ട് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ഗവൺമെന്റ് സെക്രട്ടറി, ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. അയ്യോ, പിന്നെ എന്തിനാ ഇത്രയും രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഭാര്യയുടെ തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. രാവിലെ പണം എടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അതാ ഐഡിയ. എന്റെ പൊന്നു പറയതേ, നേരം വെളുക്കുന്നതിന് മുമ്പ് ബൈനിയെ വീട്ടിലെത്തിക്കണം. നാട്ടുകാരറിഞ്ഞാൽ ചാന്നാര് വയ്ക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേ. വാ വാ പോകാം. ഇവിടെ കൂത്തച്ചി എന്താ ഇത്ര താമസിച്ചത്? ആ വാ വാ. ഇതിനൊക്കെയാ സാറേ യോഗം എന്ന് പറയുന്നു. ഞാൻ അറിയതേ, നമ്മൾ എന്തിനാടാ ഈ സ്വർഗത്തിലെ കട്ടറമ്പായി നിൽക്കുന്നത്? ആ പോവാം. ഉണ്ണിപ്പൻ, ഇതെന്ത് ചോദ്യമാ സാറ്? കാവും കുളത്തിനടുത്താണോ കുഴപ്പം? ഇവളോട് ചോദിച്ചേ. അല്ല, ഈ പണമൊക്കെ ഉള്ളതുകൊണ്ട് സാറിന് അത്ര സംശയമാണെങ്കിൽ ഇതിരിക്കട്ടെ, പിന്നെ തന്നാ മതി. അതിരാവിലെ വറിയത് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. അതിന് നമ്മുടെ സ്വന്തം ആളാ. ഗുഡ് നൈറ്റ്. എന്താ പേര്? ഭൈമി. നല്ല പേര്. വാ. ഇവനെ ഞാനിന്ന് കൊല്ലും. ഒരു വെടിക്ക് രണ്ടു പക്ഷി. നീ കണ്ടില്ലയുടെ അവനെ പെട്ടിമറിച്ച് പണം. പക്ഷെ തോക്ക് അതൊന്നും സാരമില്ല, അവന്റെ കാര്യം ഞാനേറ്റ്. അവളെ പേടിച്ചാൽ വിളിക്കാൻ നീ നോക്കണം. അത് ഞാനേറ്റ്. അനവാ ഇത് ഞങ്ങളാണ്, പരമവും ജോഡിയും.
പരമു, പേടിക്കാതല്ല. നമ്മൾ 3 പേര് മാത്രമേ നടന്നിട്ടുള്ളൂ. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇത് ഉണ്ണിത്താന്റെ തോക്കാണ്. ഈ ശവം നമുക്ക് ഉണ്ണിത്താനെ കൊണ്ട് തീറ്റിക്കണം. എടാ, ഒന്ന് ധൈര്യമായിട്ട് നിൽക്ക്. ഒരു കുഴപ്പവും വരില്ല. ഞാനല്ലേ പറയുന്നേ. ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപയെങ്കിലും വരും. ജോണി, തൽക്കാലം നീ ഇതെടുത്ത് ഒളിച്ചു വയ്ക്കും. നമുക്ക് വന്നിട്ട് പങ്കുവയ്ക്കാം. വന്നിട്ടോ? അപ്പൊ നീ എവിടെ പോകുന്നു? ഞാൻ ഇവിടെ കൊണ്ട് തോട്ടത്തിലേക്ക് പോവുക. ഇയാളുടെ ഫിയറ്റ് കാർ ഞാൻ കൊണ്ടുപോകും. നീ വാ, നമുക്ക് ഈ ശവം നോക്കെടുത്ത് കുളത്തിലിടാം. മതി. ഞാൻ പോയിട്ടോട്ടെ. പരമു, നീ എങ്ങനെ പോയാൽ പോലീസും അന്വേഷണമൊക്കെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാനും കൂടെ പോരാ. ഒരു ചുക്കും വരില്ല. പോണ വഴിക്ക് ഞാൻ എവിടെന്നെങ്കിലും പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞോളാം, ഉണ്ണിത്താനാണ് എഞ്ചിനീയറെ കൊന്നതെന്ന്. അന്വേഷണത്തിനും മറ്റും വരുമ്പോ നീ ഒന്നും അറിയാത്ത പോലെ നിന്നോണം. പിന്നൊരു കാര്യം, നമ്മൾ 3 പേരല്ലാതെ 4-മതൊരാൾ ഇത് അറിയാനിടയായാൽ ഇല്ല. എന്നാ വയ്ക്കൂ. ജോണി, എന്റെ വീട്ടിൽ കൂടി ഒരു കണ്ണു വേണം. ഇതിൽ കുറച്ച് കാശ് എന്റെ അച്ഛന് കൊടുക്കണം. പതുക്കെ മതി. ശരി. അതെ. ആ. ജോണേ, എന്റെ കൂട്ടുകാരനെവിടെ? എന്തോ പരമുവിന് ഇന്ന് കണ്ടില്ല. മുങ്ങി കാണും. എന്റെ കൊച്ചേട്ട അതല്ലേ അവന്റെ സ്വഭാവം. മുങ്ങിയാലും പൊങ്ങും. ഇനി ഒരു 6 മാസം കഴിയണമെന്ന് മാത്രം. അതിലെ ഇതിലേക്ക് തെണ്ടി തിരിഞ്ഞ് വശക്കേടാകുമ്പോ അവനിങ്ങി എത്തും. അല്ലടാ ജോണി? എന്താടാ? ഉണ്ണിത്താന്റെ വീട് കയറി പോലീസ് എഞ്ചിനീയറെ കാണാനില്ലെന്ന്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? വാ. ഒന്ന് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം. എവിടെ ഇടിച്ചു കയറണം? കമ്പിയും സിമെന്റും ഒക്കെ ഞാൻ വെട്ടിച്ചതാ, സമ്മതിച്ചു. അത് ഞാൻ കോടതി പറഞ്ഞോളാം. പക്ഷെ എഞ്ചിനീയറെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നാൽ പിന്നെ അയാൾ എവിടെ? എനിക്കെങ്ങനെ അറിയാം? ഇന്നലെ വൈകിട്ട് അയാളെ ഞാൻ ബാറിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ശരിയാ. ഈ 2 പെഗ് മേടിച്ച് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾ വന്ന് പറയുമ്പോഴാ അയാൾ മരിച്ചു എന്ന് ഞാൻ അറിയുന്നു. മരിച്ചെങ്കിൽ തന്നെ ശവം എവിടെ? അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ശവം എവിടെ? ചേട്ടാ, ഇത് നല്ല കാര്യമായല്ലോ. ഈ നാട്ടിലെ ശവങ്ങളുടെയൊക്കെ കണക്ക് എന്റെ കയ്യിലാ. നിർത്തുള്ള പ്രശ്നം. സർക്കാരിന്റെ സ്റ്റോറിലെ കമ്പിയുടെയും സിമെന്റിന്റെയും കണക്ക് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? നോക്കൂ മിസ്റ്റർ ഉണ്ണിത്താൻ, താൻ സത്യം പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആസ്മ പിടിച്ച് നാശമായ നെഞ്ചത്ത് എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിക്കരുത്. ജോണി, കുളത്തുകരയിലേക്ക് പോവാം. അവിടെ ആൾക്കൂട്ടം. നീ അങ്ങോട്ട് വെക്കും, ഞാനിവിടെ നിൽക്കാം. ശരി.